ഗായ്സ് വെൽക്കം ബാക്ക് ടു ടിൻ ഫെയറി സർമ്മം. എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഈ വേനൽ ചൂടിന് ഒരു ചെറിയ റിഫ്രഷിങ് ബ്രേക്ക് നിങ്ങൾക്ക് വേണോ? അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ടു നോക്ക്. വളരെ എളുപ്പത്തിന് ഈസി ആയിട്ടുള്ള ഒരു സമ്മർ ഡ്രിങ്ക് ആണ് നമ്മളിവിടെ തയ്യാറാക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ ഞാൻ അതിനായിട്ട് ഇവിടെ ഒരു തണ്ണിമത്തനാണ് എടുത്തിരിക്കുന്നത്. ആ തണ്ണിമത്തൻ ഞാൻ ഫ്രീസറിൽ കുറച്ച് നേരം വെച്ചതാണ്, കുറച്ചും കൂടെ തണുപ്പ് കിട്ടാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ പുറത്ത് വെച്ചതാണെങ്കിലും കുഴപ്പമില്ല, ഫ്രീസറിൽ വെക്കുമ്പോൾ കുറച്ചും കൂടെ തണുപ്പ് പെട്ടെന്ന് കിട്ടുമല്ലോ, അതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. എന്നിട്ട് നമുക്ക് ആ തണ്ണിമത്തനെടുത്ത് രണ്ടായിട്ട് മുറിച്ചെടുക്കാം. അപ്പം നമ്മളിന്ന് തണ്ണിമത്തൻ കൊണ്ടിട്ടാണ് ചെയ്യുന്നത്. അപ്പം ഓരോ ഫ്രൂട്ടിനും അതിൻ്റേതായ ഗുണങ്ങളുണ്ട്. അപ്പോൾ തണ്ണിമത്തൻ ആകുമ്പോഴത്തേക്കും നമുക്ക് പെട്ടെന്ന് അടിച്ച് ജ്യൂസാക്കി കുടിക്കാനും എല്ലാം വളരെ എളുപ്പമാണ്. അപ്പോൾ നല്ല കളറായിട്ടുള്ളൊരു തണ്ണിമത്തൻ, അപ്പോൾ നല്ല മധുരം ഉണ്ടായിരിക്കും. അപ്പോൾ നമുക്കിനി അത് ചെറിയൊരു സ്പൂൺ കൊണ്ട് ഇങ്ങനെ നമുക്ക് ചെറിയ പീസസ് ആയിട്ട് കട്ട് ചെയ്തെടുത്തത്. അപ്പോൾ ഞാൻ ചുമ്മാ വീഡിയോയിലൊക്കെ കണ്ടതുപോലെ ഇങ്ങനെ കുറച്ച് ഇങ്ങനെ ആക്കി എടുക്കാൻ നോക്കിയതാണ്. പക്ഷേ എന്ത് ചെയ്യുക, ഫ്ലോപ്പായിപ്പോയി. അധികം ഞാൻ ഉദ്ദേശിച്ച രീതിയിലൊന്നും വന്നില്ല. പിന്നെ ഞാൻ എന്ത് ചെയ്തതെന്ന് വെച്ചാൽ കത്തി എടുത്ത് അറഞ്ചം പുറഞ്ചം അങ്ങ് വെട്ടിയിട്ട്, നമുക്കിതിപ്പം കാണാൻ വലിയ ഭംഗിയൊന്നും വേണമെന്നൊന്നുമില്ല. അപ്പോൾ അതിൻ്റെ ഇടയിൽ കൂടെ തന്നെ എൻ്റെ പിങ്കി കൊച്ച് അതിൽ നിന്ന് കുറച്ച് പീസസ് ആയിട്ട് എടുത്ത് കഴിക്കുന്നുമുണ്ട്. അപ്പോൾ അവൾക്ക് തണ്ണിമത്തൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ കുട്ടികൾക്കൊക്കെ ഈ ഫ്രൂട്ട്സൊക്കെ ഇപ്പോൾ കൊടുക്കുന്നത് വളരെ നല്ലതാണ്. കാര്യം ചൂടാണ്. പിന്നെ അതുപോലെ തന്നെ ഈ വായിലൊക്കെ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉള്ള കുട്ടികൾക്കൊക്കെ നല്ലതാണ് ഫ്രൂട്ട്സ് കൊടുക്കുന്നത്. പിന്നെ നമുക്ക് വേണ്ടത് പാലാണ്. അത് ഏത് പാലായാലും മതി. ഞാനിപ്പോൾ ഇവിടെ എടുത്തിരിക്കുന്നത് മിൽമയാണ്. മിൽമയുടെ 1/2 ലിറ്റർ പാലെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടുന്നത് പഞ്ചസാരയാണ്. നമുക്ക് മധുരം വേണമല്ലോ, അപ്പം മധുരം ഇഷ്ടപ്പെടുന്നവർ ഈ പഞ്ചസാര ഇടുക. പഞ്ചസാര എത്രയെന്ന് വെച്ചാൽ ഓരോരുത്തരുടെ ഇഷ്ടാനുസരണം പഞ്ചസാര ഇടാം. പഞ്ചസാര ഇട്ടിട്ട് പതുക്കെ ഇങ്ങനെ കലക്കി കൊടുക്കുക. കലക്കി കൊടുക്കുമ്പോഴത്തേക്ക് ശ്രദ്ധിക്കണം, തണുത്ത പാലായത് പെട്ടെന്നൊന്നും ഇത് അങ്ങോട്ട് പഞ്ചസാര പിടിക്കില്ല. അപ്പം അതൊരു മണ്ടത്തരമായിപ്പോയി. അതുകൊണ്ട് മിക്സിയുടെ ജാറിലിട്ട് അടിച്ചെടുത്താൽ കുറച്ചും കൂടെ നല്ലതായിരിക്കും. ഞാൻ അങ്ങനെ ചെയ്തില്ല. അപ്പോൾ അങ്ങനെ ചെയ്യാത്തത് കൊണ്ട് തന്നെ എനിക്ക് കുറേ സമയം കൊണ്ട് ഇങ്ങനെ ചെയ്തുകൊണ്ടേ ഇരിക്കേണ്ടി വന്നു. പിന്നെ നമുക്ക് റോസ് മിൽക്കിൻ്റെതാണ്. അത് ജസ്റ്റ് ഒരു കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഈ റോസ് മിൽക്കിൻ്റെ ആകുമ്പോഴത്തേക്ക് നല്ലൊരു കളർ കിട്ടും. അപ്പോൾ ഈ നമ്മൾ പാലിലോട്ട് നമുക്ക് ഒരു 2 സ്പൂണോട്ട് ഒഴിച്ച് കൊടുക്കാം. നമ്മൾ കളറിന് വേണ്ടിയിട്ട് നമ്മൾ ഒഴിച്ച് കൊടുക്കുന്നതിന്. ഇനി കളറൊന്നും വേണമെങ്കിൽ ഒഴിച്ച് കൊടുക്കേണ്ട ആവശ്യമില്ല. ഇത് കളറൊക്കെ ആകുമ്പോഴത്തേക്കും കുട്ടികൾക്കാണെങ്കിലും കൊടുക്കുമ്പോൾ നല്ല ടേസ്റ്റി ആയിട്ട് കാണുമ്പോൾ ഒരു കൗതുകം തോന്നി കഴിക്കുമല്ലോ. പിന്നെ അതുപോലെ തന്നെ വീട്ടിൽ പെട്ടെന്ന് ഗസ്റ്റ് ആരെങ്കിലും വരുവാണെങ്കിൽ അവർക്ക് നമുക്കിത് പെട്ടെന്ന് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്ന ഒരു ഡ്രിങ്കാണ്. എന്നിട്ട് നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന വാട്ടർമെലൺ അത് ഫുൾ ഇതിലോട്ട് നമുക്ക് ഇട്ട് കൊടുക്കാം. ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്കിത് നല്ലതുപോലെ ഒന്ന് ഇളക്കിയെടുക്കാം. വളരെ എളുപ്പത്തിന് തന്നെ നമുക്ക് വീട്ടിൽ കുറച്ച് ഇൻഗ്രീഡിയൻസ് കൊണ്ട് തന്നെ നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു ഡ്രിങ്കാണ്. ഈ സമ്മറിനൊക്കെ എല്ലാവർക്കും ഇത് കുടിക്കാൻ പറ്റിയതാണ്. ഇനിയിപ്പം മധുരം ഇത്രയും വേണ്ടെന്നുണ്ടെങ്കിൽ മധുരം നമുക്ക് പഞ്ചസാര ഒഴിവാക്കാവുന്നതാണ്. പക്ഷേ പഞ്ചസാരയും കൂടി ഇടുമ്പോഴായിരിക്കും ആ ഒരു ടേസ്റ്റ് കിട്ടുന്നത്. അപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം, നല്ല അടിപൊളിയായിട്ടുണ്ട് കാണാനായിട്ട്. കാണാനും നല്ല ഭംഗിയാണ്, കുടിക്കാനും നല്ലതാണ്. പിന്നെ നമുക്ക് വേണമെങ്കിൽ മിൽക്ക് മെയ്ഡും മധുരം കുറവാണെങ്കിൽ നമുക്ക് ഇട്ട് കൊടുക്കാം, അല്ലെങ്കിൽ ഇട്ട് കൊടുത്തില്ലെങ്കിലും കുഴപ്പമില്ല. ഈ പഞ്ചസാരയ്ക്ക് പകരം വേണമെങ്കിൽ നമുക്ക് മിൽക്ക് മെയ്ഡ് തന്നെ ചേർത്ത് കൊടുക്കാവുന്നതാണ്. അപ്പോഴും നല്ല മധുരമാണ്. അപ്പോൾ അത് ഇട്ടിട്ട് നമുക്ക് കുടിക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഞാനിത് കുറച്ച് നേരം ഒന്ന് ഫ്രിഡ്ജിലൊക്കെ കൊണ്ട് വെച്ച് അതിന് ശേഷം എടുത്തതിന് ശേഷമാണ് ഇപ്പോൾ നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇനി നമുക്കൊരു സർവിങ് പോട്ടിലോട്ടോ എന്തിലോട്ടെങ്കിലും സർവ് ചെയ്തിട്ട് ഒരു ഗ്ലാസ്സിൽ തന്നെ ഒഴിച്ച് കുടിക്കാവുന്നതാണ്. ഞാൻ എന്ത് ചെയ്യുന്നത് വെച്ചാൽ ആ തണ്ണിമത്തൻ്റെ ആ ഒരു തൊണ്ടുണ്ടല്ലോ, അതിൻ്റെ അകത്ത് ഇങ്ങനെ ജസ്റ്റ് ഒഴിച്ചിങ്ങനെ കാണിക്കുവാണ്. തണ്ണിമത്തൻ കൊണ്ട് ഉണ്ടാക്കിയത് കൊണ്ടാണ് ഞാൻ തണ്ണിമത്തൻ്റെ ആ ഒരു തൊണ്ടിൽ തന്നെ ഞാനിങ്ങനെ ഒഴിച്ച് വെച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്കിത് ഗ്ലാസ്സിൽ തന്നെ ഒഴിച്ച് കുടിക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് വീട്ടിൽ കുറച്ച് ഇൻഗ്രീഡിയൻസ് കൊണ്ട് തന്നെ നമുക്കിത് പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഈ ചൂടിന് വളരെ ബെസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഇത് വീഡിയോ ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടമായെങ്കിൽ സപ്പോർട്ട് ചെയ്യുക. ഇനി മറ്റൊരു വീഡിയോയിലോട്ട് കാണുന്നവരേക്കും താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ ബൈ.